ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷവർമ റോളാണ്. നോമ്പ് കാലമൊക്കെ ആയില്ലേ, അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഷവർമ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുബൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുണ്ടാക്കുന്ന കുബൂസ്. അപ്പോൾ അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. എനിക്ക് കുറച്ചധികം പൊടി വേണമായിരുന്നു, അപ്പോൾ അതിനാണ് ഇത്ര. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 2 കപ്പ് മൈദക്കൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് മതി. ഇപ്പോൾ 1.5 കിലോ മൈദയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് 1.5 സ്പൂൺ ഈസ്റ്റും 2 സ്പൂൺ പഞ്ചസാര, ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം, ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നമുക്ക് 10 മിനിറ്റ് മാറ്റി വെക്കാം. പാത്രം വെച്ച് അതിലേക്ക് 1.5 കിലോ മൈദ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം, കപ്പ് വേണ്ട, 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മൈദ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഈ ഈസ്റ്റ് മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല തിളച്ച വെള്ളം എടുക്കരുത്, ഇളം ചൂടുവെള്ളം എടുക്കാൻ പാടുള്ളൂ. കുറേശ്ശെ നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇതൊന്ന് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കും. മൈദ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടിയിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാറ്. നമുക്ക് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നല്ല ഇതിലുണ്ടാക്കിയെടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. ഇനി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴച്ചൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ജോലി തീരുന്നവരെ നമുക്കിത് വെക്കാം. അതിന് അത് ഇത്ര സമയത്തിനുള്ളിൽ എടുക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തേന് ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും. ഇപ്പം നമുക്ക് 2 മണിക്കൂർ ശേഷം എടുക്കാം. ഷവർമക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനായിട്ട് ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 2 വലിയ സ്പൂൺ തന്തൂരി മസാല ഇട്ട് കൊടുക്കുക. 2.5 വലിയ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതൊന്നും നമുക്ക് മസാല തേച്ച് ഇങ്ങനെ വെക്കാം. നമ്മുടെ എപ്പോഴാണ് നമുക്ക് ഇത് ഉണ്ടാക്കേണ്ട സമയമാകുന്നത് വരെ എത്ര നേരം വേണമെങ്കിലും ഇത് ഇരുന്നോളും. ഇങ്ങനെ നല്ലപോലെ ഉപ്പും
പുളിയും മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടിരിക്കും, സോഫ്റ്റായിട്ടിരുന്നു. ഇതിനി മാറ്റി വെക്കാം. തവ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കുക. ഇത് മൂടി വെച്ചിട്ട് ഇങ്ങനത്തെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്കുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇറച്ചിയിലിട്ട വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി ഒന്ന് മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ മൊരിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഇതേപോലെ തന്നെ ഈ ചിക്കനും മൂടി വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പൊടി നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുഴച്ച് ഓരോ ബോൾസ് ആക്കാം. ഇങ്ങനെ ഉരുളകളാക്കി ഓരോ ബോൾസാക്കി വെക്കുക. ഇതേപോലെ ഉരുളകളാക്കി ഇങ്ങനെ നിരത്തി വെക്കുക. തവ ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം ഓരോ ബോൾസ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഞാൻ പരത്തുന്നത്. അവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂട് കുറച്ച് ഇട്ട് കൊടുക്കണേ, അധികം ചൂട് പാടില്ല. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതുപോലെ പൊങ്ങി വരിക. ഇതേപോലെ എല്ലാ കുബൂസും തയ്യാറാക്കി വെക്കാം. ഇപ്പൊ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് കുബൂസ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. അതിലേക്ക് കാബേജും സവാള, ക്യാരറ്റ്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു നുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മയോണൈസ് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് കുത്തി വെക്കാം. ചിക്കൻ തന്തൂരി ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഇതാണ്. കടയിൽ നിന്നും ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട, എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം.